നമസ്കാരം. ഞാൻ രാമൻകുട്ടി, അപ്പു എന്ന് വിളിക്കും. ഷർണൂർ സ്വദേശിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ പട്ടിക്കാട് നാച്ചുറൽപതി സന്ധ്യ ഡോക്ടറെ ഹോസ്പിറ്റലാണ്. ഞാൻ എൻ്റെ 14 ദിവസത്തെ കോഴ്സ് കഴിഞ്ഞ് ഇന്ന് പോകുന്ന ദിവസമാണ്. 14 ദിവസമായി ഞാനൊരു ഷുഗർ BP അത് രണ്ടുമുള്ളൊരു ആളാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് കുറേ നോർമലായി. ഇവരെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എനിക്ക് നല്ലൊരു അനുഭവമാണ് പറയാനുള്ളത്. ഒരു 14 ദിവസം പോയതറിഞ്ഞില്ല. ഇവിടെ വേറൊരു പുതിയൊരു ലോകമാണ്. ഞാൻ വീട്ടിൽ നിന്ന് വന്ന് ഇവിടെ ദിവസങ്ങൾ പോയതറിഞ്ഞില്ല. ഇവിടെ നമുക്കെല്ലാം ഒരു ഹോം ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താണോ വീട്ടിൽ നമ്മൾ അനുഭവിക്കുന്നത് അതേപോലെ ദിവസങ്ങൾ പോയതറിഞ്ഞില്ല. ഒരു പറയാൻ ഉദ്ദേശിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ആശ്രമത്തിൽ വന്നിട്ടുള്ള ഒരു പ്രതീതിയാണ് ഇവിടെ വന്നപ്പോൾ കിട്ടിയത്. എന്നാൽ അത് കംപ്ലീറ്റ് നാച്ചുറലാണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ നടക്കുന്നത്. എല്ലാം നാച്ചുറലാണ്. ഭക്ഷണം ഫുള്ള് പ്യൂർ വെജിറ്റേറിയനാണ്. ഭക്ഷണത്തിൽ കൂടി രോഗം മാറ്റുക എന്നുള്ള ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് രാവിലെ നമ്മൾ വന്നു കഴിഞ്ഞാൽ തന്നെ എനിമ കൊടുക്കുക, അതുപോലെ തന്നെ നോസ് വാഷ്, അതുപോലെ മൗത്ത് വാഷ്, അതെല്ലാം ചെയ്യുമ്പോൾ തന്നെ ശരീരം കുറേ ഒന്ന് ക്ലിയറായി കിട്ടുന്നു. അതുകൊണ്ട് എല്ലാ ശരീരത്തിലെ ഈ ദുർമേധസ്സുകളൊക്കെ പോയ പോലെ ഒരു അനുഭവമാണ് തോന്നുന്നത്. അതുപോലെ ഇവിടുത്തെ സ്റ്റാഫുകൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു പറയേണ്ടത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അനുഭവമാണ് അവരുടെ ഭാഗത്തുനിന്ന് നമുക്കുണ്ടാകുന്നത്. ഡോക്ടേഴ്സാണെങ്കിൽ വളരെ ഫ്രണ്ട്ലിയാണ്. അതുകൊണ്ട് രാവിലെ തന്നെ നമുക്ക് യോഗാഭ്യാസം, ഞാൻ ചെറുപ്പത്തിലെ യോഗ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ പുതിയ ടെക്നിക്കുകൾ കിട്ടി. അതായത് രാവിലെ നമുക്ക് മോർണിംഗിൽ 6:30 യോഗ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ യോഗയിൽ നമുക്ക് എല്ലാ ടെക്നിക്കുകളും, അതുകൊണ്ട് ശരീരം വളരെ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടും. ഫ്ലെക്സിബിളായിട്ട് ശരീരം നമുക്ക് എടുക്കാൻ പറ്റും യോഗയിൽ കൂടി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂഷനാണ്. അത് ട്രീറ്റ്മെൻറ്റ് എല്ലാ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കും. ദിവസം ഫുൾ ടൈം ട്രീറ്റ്മെൻറ്റ് തന്നെ പറയാം. പിന്നെ ലഞ്ച് കഴിഞ്ഞാൽ അതുപോലെ കാലിൽ മണ്ണ് അപ്ലൈ ചെയ്ത് വെയിലത്ത് നമുക്ക് ഉണക്കി അത് ക്ലീൻ ചെയ്ത് വരിക. അപ്പോൾ തന്നെ നമുക്ക് ഈ ത്വക്ക് രോഗത്തിനൊക്കെ നല്ല രീതിയിലുള്ള ഒരു അനുഭവം കിട്ടുന്നുണ്ട്. അതുപോലെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഗാദറിങ്ങാണ്. എല്ലാ പേഷ്യൻറ്റുകളും ഒത്തുകൂടിയിട്ട് പുതിയതായിട്ട് നമുക്ക് വരുന്ന ആൾക്കാരെ ഒരു അകൽച്ച ഉണ്ടാവും നമുക്ക് അവരായിട്ട്. എങ്ങനെ അവരോട് പെരുമാറണം, അതിൽ കുറേ റിച്ചായിട്ടുള്ള ആൾക്കാർ, പൂറായിട്ടുള്ള ആൾക്കാർ, അങ്ങനെ പല വെറൈറ്റിയുള്ള ആൾക്കാർ കൂടെ വരുന്നതാണ്. അപ്പോൾ അവരായിട്ട് എല്ലാം നമുക്ക് ഒരേ വീട് പോലെ ആ ഗാദറിങ്ങിൽ കൂടി നമുക്ക് അവരെ എല്ലാം ഫ്രണ്ട്ലിയാക്കാൻ പറ്റും. അതാണൊരു പ്രത്യേകത. ഗാദറിങ് വളരെ രസകരമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ഡോക്ടേഴ്സും ആ സമയത്ത് നമുക്കെല്ലാം ഫ്രണ്ട്ലി ആയിട്ട് മാറും. എല്ലാവരും ഒരേ വീട്ടിലെ അംഗത്തെ പോലെ നമുക്ക് ഹാപ്പിയായിട്ട് നമുക്ക് ഗാദറിങ്ങിൽ കൂടി നമുക്ക് പുതിയതായിട്ടൊരു അനുഭവം കിട്ടുന്നതായിരിക്കും. അങ്ങനെ എല്ലാം കൊണ്ടും പറയാമെന്ന് വെച്ചാൽ നല്ലൊരു അനുഭവമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് വരുന്ന സമയത്തുള്ള ആ ഷുഗർ BP അതൊക്കെ ഡൗണായി. ഇപ്പോൾ കുറേ ഞാൻ പൂർവാധികം ഹാപ്പിയായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. കൂടുതൽ ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരും അസുഖം ഭേദമാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് വരട്ടെ. ഇനി വരുന്നവർക്കും ഇതുവരെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു പോയിട്ടുള്ള ആൾക്കാർക്കും എല്ലാവരും നല്ലത് വരട്ടെ. എന്തായാലും നല്ലൊരു അനുഭവമാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മൾ ലക്ഷങ്ങൾ ചിലവാക്കുന്നു. പക്ഷേ ഇവിടെയാണെങ്കിൽ അത് സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ നമ്മളുടെ ഈ ചിലവ് അത്ര വലിയ ഒരു ബാധ്യത അല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇത് ശരീരമാണെങ്കിൽ നമുക്ക് നമ്മളുടെ മോശമായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അലോപ്പതി മരുന്നിൽ കൂടി സാന്ദ്രിക അവയവങ്ങൾക്ക് ബാധിക്കും. ഇവിടെ എല്ലാം നാച്ചുറലായതുകൊണ്ട് എപ്പോഴും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. എപ്പോഴും നാച്ചുറലായിട്ട് ഉള്ള ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ കിട്ടുന്നത്. കൂടുതൽ ഞാൻ പറഞ്ഞ് നിരൂപിക്കുന്നില്ല. എന്തായാലും ഞാൻ വളരെ സന്തോഷമായിട്ടാണ് മടങ്ങുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ.